പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷിഖ് ജോയ്. സോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സോ ആസ് യൂഷ്വൽ ലെറ്റസ് ബിഗിൻ വിത്ത് എ പ്രയർ. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua sicut in caelo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ലോകം നമ്മളോട് പറയുന്ന 6 നുണകൾ. ഇത് ലോകം നമ്മോട് പറയുമ്പോൾ നമുക്കിതിൽ ലോജിക്കുണ്ടല്ലോ എന്ന് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതിഗൗരവകരമായ കാര്യങ്ങളാണ് ഇവ. ലോകം നമ്മോട് പറയുന്ന ഒന്നാമത്തെ നുണ, യുവർ കരിയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, സമ്പത്തുണ്ടാക്കുക, ഒരു പൊസിഷനിലെത്തുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് ലോകം നിങ്ങളോട് പറയും. എന്നാൽ ഈശോ പറയുന്നു, കരിയറല്ല, നിൻ്റെ ആത്മാവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന്. കരിയർ മാത്രം ലക്ഷ്യമാക്കി, സമ്പത്തുണ്ടാക്കാൻ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരെ നോക്കിയാണ് ഈശോ പറയുന്നത്, നീ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി നീ എന്ത് നൽകും? ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാവും? അങ്ങനെയുള്ളവരെ ഈശോ വിളിക്കുന്ന പേരാണ് ഭോഷന്മാരെ എന്ന്. ഇപ്പോൾ കരിയറിന് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ സാലറിയോ നമ്മുടെ പൊസിഷനോ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്വർഗത്തിലൂടെ കയറ്റുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ കരിയറിന് വേണ്ടി മാത്രം നമ്മൾ പലതും ചെയ്ത് കൂട്ടുമ്പോൾ ആക്ച്വലി നമ്മൾ നമ്മുടെ കുഴി തന്നെയാണ് കുഴിക്കുന്നത്. എനിക്കറിയുന്ന എൻ്റെ ചില കൂട്ടുകാരുണ്ട്. ചിലർ ഗൾഫിലാണ്, ചിലർ യൂറോപ്പിലാണ്, ചിലർ കേരളത്തിന് പുറത്താണ്. അവരൊക്കെ പറയുന്ന കാര്യം ഇതാണ്, നാട്ടിലുണ്ടായിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നാട്ടിലുള്ളപ്പോൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു, ഇന്ന് ഞായറാഴ്ച പോലും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. നാട്ടിലുള്ളപ്പോൾ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചിരുന്നു, വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ടില്ല. അപ്പോൾ പല കാരണങ്ങളുണ്ട്. ജോലി ടൈമിൻ്റെ പ്രശ്നം, ഭാഷയുടെ പ്രശ്നം, ദൂരത്തിൻ്റെ പ്രശ്നം, ഇതെല്ലാം കൊണ്ട് കുദാശകൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. അവരാഗ്രഹിച്ചതുപോലെ പൊസിഷൻ അവർക്ക് ലഭിച്ചു, അവരാഗ്രഹിച്ചതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. പക്ഷേ ആത്മാവിൻ്റെ കാര്യം പോയി. സോ ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് ഈശോ പറയുന്നത് ഭോഷന്മാരെ എന്ന്. ഈശോ പറയുന്നത് സമ്പത്ത് കൊണ്ടല്ല ജീവിതം ധന്യമാകുന്നത് എന്ന്. സോ നമുക്ക് സമ്പത്തും വേണം, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. രണ്ടാമതായിട്ട് ലോകം പറയുന്ന മറ്റൊരു നുണ എന്നുള്ളത് സ്വയംഭോഗം തെറ്റല്ല, മാസ്റ്റർബേഷൻ ഈസ് നോട്ട് എ സിൻ എന്നാണ്. അതൊക്കെ പ്രകൃതിപരമായിട്ടുള്ളതാണ്. ഡോക്ടർമാരടക്കം പറയുന്നുണ്ട് അതൊന്നും ഒരു തെറ്റല്ല എന്ന്. യൂട്യൂബിൽ പല വീഡിയോസ് കണ്ടിട്ടും പല ചെറുപ്പക്കാരും പറയുന്നു ഇതൊക്കെ മനുഷ്യന് വേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ളത്. തിരുവചനം പറയുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഈ ആലയത്തെ നാം അശുദ്ധമാക്കരുത്. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. കത്തോലിക്ക തിരുസഭ CCC 2352 സ്വയംഭോഗത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, സ്വയംഭോഗം അതിൽ തന്നെ ഗൗരവപൂർണമായി ക്രമം തെറ്റിയ ഒരു പ്രവൃത്തിയാണെന്ന് സഭയുടെ നിരന്തരവും പരമ്പരാഗതവുമായ പ്രബോധനവും വിശ്വാസികളുടെ ധാർമ്മിക ബോധവും അസന്നിഗ്ധമായും ഉറപ്പായും സമർത്ഥിച്ചിട്ടുണ്ട്. ഏതു കാരണത്തായാലും വിവാഹത്തിന് വെളിയിൽ ലൈംഗിക കഴിവിനെ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത് സത്താപരമായി അതിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. കാരണം ധാർമ്മികത ആവശ്യപ്പെടുന്നതും പരസ്പരദാനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥവും യഥാർത്ഥ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രജനനവും സാക്ഷാത്കരിക്കാൻ ആവശ്യകവുമായ ലൈംഗിക ബന്ധത്തിന് പുറത്താണ് ഈ ലൈംഗിക സുഖം തേടൽ. സോ മാസ്റ്റർബേഷൻ അത് മാരകപാപം തന്നെയാണ്. അതുകൊണ്ട് യൂട്യൂബിൽ പല ഡോക്ടേഴ്സ് പറയണതും ലോകം പറയുന്നതും നാം കേൾക്കരുത്. സ്വയംഭോഗം മാരക പാപം തന്നെയാണ്.
നിത്യ നരകാഗ്നിയിൽ നമ്മെ എത്തിക്കാൻ തക്ക ഗൗരവമുള്ള പാപമാണ്. രണ്ടാമത്തെ നുണ എന്നുള്ളത് ഗർഭനിരോധന മാർഗങ്ങൾ ഒരു പ്രശ്നമേ അല്ല എന്ന് ലോകം നമ്മോട് പറയുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൂടുതൽ പ്രസവിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല, ഒന്നിലൊക്കെ നിർത്താം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, അടിച്ചു പൊളിക്കാം എന്ന് ലോകം നമ്മോട് പറയുമ്പോൾ കത്തോലിക്ക തിരുസഭ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്. CCC 2370 കത്തോലിക്ക തിരുസഭ ഇപ്രകാരമാണ് പറയുന്നത്: ദാമ്പത്യ പ്രവൃത്തിക്ക് മുൻപോ അതിൻ്റെ പൂർത്തീകരണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ അനന്തര ഫലങ്ങളുടെ വികസനത്തിലോ സന്താനോൽപാദനം അസാധ്യമാക്കുന്ന ഏതൊരു പ്രവൃത്തിയും അത് മാർഗമായിട്ടോ ലക്ഷ്യമായിട്ടോ ഉള്ളതാണെങ്കിലും സഹജമായി തന്നെ തിന്മയാണ്. സോ ഗർഭനിരോധനത്തിൻ്റെ ഏത് മാർഗങ്ങളും, എന്ത് മരുന്ന് യൂസ് ചെയ്താലും, എന്ത് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്താലും, ഏത് രീതിയിലുള്ളതാണെങ്കിലും വിത്ത് മണ്ണിൽ വീഴാത്ത ഏത് പ്രവൃത്തിയും മാരക പാപമാണ്. ഗർഭനിരോധനം മാരക പാപമാണ് എന്ന് സഭ വ്യക്തമായിട്ട് പറയുന്നു. ഇതും നമ്മെ നിത്യ നരകാഗ്നിയിൽ എത്തിക്കാൻ തക്ക ഗൗരവമുള്ള പാപമാണ്. നാലാമതായിട്ട് ലോകം പറയുന്ന മറ്റൊരു നുണ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഒരു ക്യാൻസർ പോലെ പടർന്നിരിക്കുന്ന തിന്മ, സ്വർഗ്ഗഭോഗം. ദൈവം അവനെ അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ അവന് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നത് എന്ന് ലോകം പറയുന്നു. ദൈവം ആരെയും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളോടുകൂടെ ദൈവം സൃഷ്ടിക്കുന്നില്ല. സ്വർഗ്ഗഭോഗത്തെപ്പറ്റി സഭ പറയുന്നത് ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുന്ന 4 മാരകപാപങ്ങളിൽ ഒന്നാണ് സ്വർഗ്ഗഭോഗം എന്നുള്ളത്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC 2357 സഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു: സ്വർഗ്ഗഭോഗ പ്രവൃത്തികൾ അവയുടെ സഹജമായ പ്രകൃതിയാൽ തന്നെ ക്രമരഹിതമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവ സ്വാഭാവിക നിയമത്തിനും എതിരാണ്. അവ ലൈംഗിക പ്രവൃത്തിയുടെ ജീവദായകത്വത്തെ മുൻകൂട്ടി ഒഴിവാക്കുന്നു. അവ ശരിയായ വൈകാരിക ലൈംഗിക പൂരകത്വത്തിൽ നിന്ന് പുറപ്പെടുന്നവയും യാതൊരു സാഹചര്യത്തിലും അവയെ അംഗീകരിക്കുവാൻ സാധ്യമല്ല. സോ മാരക പാപങ്ങളിൽ ഒന്നാണ് സ്വർഗ്ഗഭോഗവും. ദൈവം ഒരു കാര്യത്തെ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് 1910 2010 2024 2050 അത് തെറ്റ് തന്നെയാണ്, അത് പാപം തന്നെയാണ്. ഇത് നമ്മെ നിത്യ നരകത്തിൻ്റെ അടിത്തട്ടിലെത്തിക്കുന്ന മാരക പാപമാണ് സ്വർഗ്ഗഭോഗം. ഒരു ദേശം തന്നെ ദൈവം നശിപ്പിക്കാൻ കാരണമായ ഒരു പാപമാണ് ഈ സ്വർഗ്ഗഭോഗം എന്നുള്ളത്. അഞ്ചാമതായിട്ട് ലോകം നിങ്ങളോട് പറയും, യോ ബോഡി യോ ചോയ്സ്, ഗർഭചിത്രം കുഴപ്പമില്ല എന്ന്. അത് ഒരു ദിവസമല്ലേ ആയുള്ളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ, അല്ലെങ്കിൽ 2 മാസമല്ലേ ആയുള്ളൂ, ഇത്ര ആഴ്ചയിലായുള്ളൂ, അതിനെ നശിപ്പിച്ചേക്കാമെന്ന്. എന്നിട്ട് അതിനു വേണ്ടി വാദിക്കുന്നവർ പറയുന്ന കാര്യമാണ് മൈ ബോഡി മൈ ചോയ്സ് എന്ന്. എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദരത്തിലുള്ള കുഞ്ഞ് അത് നിൻ്റെ ശരീരമല്ല, അത് മറ്റൊരു വ്യക്തി തന്നെയാണ്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC 2271 72 ഇപ്രകാരമാണ് പറയുന്നത്: മനഃപൂർവ്വം നടത്തുന്ന ഗർഭചിത്രം ധാർമ്മിക തിന്മയാണെന്ന് സഭ ആദ്യ നൂറ്റാണ്ട് മുതൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ പ്രബോധനത്തിന് മാറ്റം വന്നിട്ടില്ല, മാറ്റമില്ലാത്തതായി നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷമായ ഗർഭചിത്രം, അതായത് ലക്ഷ്യമോ മാർഗമോ തീരുമാനിക്കപ്പെടുന്ന ഗർഭചിത്രം ഗൗരവപൂർണമാം വിധം ധാർമ്മിക നിയമത്തിന് എതിരാണ്. ഗർഭചിത്രത്തിന് മനഃപൂർവ്വം സഹായിക്കുന്നത് ഗൗരവപൂർണമായ കുറ്റമാണ്. മനുഷ്യജീവനെതിരെയുള്ള ഈ അപരാധത്തിന് സഭ കാനോനികമായ മഹറോൻ ശിക്ഷ കൽപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായ ഗർഭചിത്രം മനഃപൂർവ്വം നടത്തുന്ന വ്യക്തി അതിനാൽ തന്നെ, അതായത് പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ, കാനൻ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായ മഹറോന് വിധേയനാകുന്നു. ഇതിലൂടെ കാരുണ്യത്തിൻ്റെ പരിധി ചുരുക്കുവാനല്ല സഭ ഉദ്ദേശിക്കുന്നത്, പിന്നെയോ ചെയ്ത തിന്മകളുടെയും കൊല്ലപ്പെട്ട നിരപരാധിയോടും അവൻ്റെ മാതാപിതാക്കളോടും സമൂഹം മുഴുവനോടും ചെയ്ത പരിഹരിക്കാനാവാത്ത ദ്രോഹത്തിൻ്റെയും ഗൗരവം വ്യക്തമാക്കാനാണ്. മറ്റൊരു ഗൗരവകരമായ മാരകപാപം
ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആൾക്കാർ ചെയ്യുന്നതും ഏറ്റവും അധികം രാജ്യങ്ങളുടെ നാശത്തിന് കാരണമായിട്ടുള്ളതുമായുള്ള പാപം. ഒരിക്കലും ജീവിതത്തിൽ നാം ഗർഭചിത്രം ചെയ്യരുത്. അത് ജീവിതാവസാനം വരെ നമ്മളെ വേട്ടയാടും. ഈ ഒരു മാരകഭാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ അനുദപിക്കുക, കുമ്പസാരിക്കുക, വേണ്ട പ്രായശ്ചിത്തങ്ങൾ ചെയ്യുക. ആറാമതായിട്ട് ലോകം നമ്മളോട് പറയുന്ന മറ്റൊരു നുണ എന്നുള്ളത് വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. നിരവധി വിശുദ്ധരുടെ വിഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കും, വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട നിരവധി ആത്മാക്കൾ അനുദപിക്കാത്തത് കാരണം നിത്യ നരകാഗ്നിയിൽ പതിച്ചതായിട്ട്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം CCC 2353 ഇപ്രകാരമാണ് പറയുന്നത്: അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് അവിവാഹിത വേഴ്ച. അത് വ്യക്തികളുടെ മാഹാത്മ്യത്തിനും സ്വാഭാവികമായി ദമ്പതികളുടെ നന്മയെയും സന്താനോൽപാദനം, സന്താനങ്ങളുടെ വിദ്യാഭ്യാസം എന്നിവയെയും ലക്ഷ്യമാക്കിയിരിക്കുന്ന ലൈംഗികതയുടെ മഹനീയതയ്ക്കും വിരുദ്ധമാണ്. കൂടാതെ ചെറുപ്പക്കാരുടെ അധപതനത്തിന് ഇടയാകുമ്പോൾ അത് വലിയ ഉതപ്പും ആയിത്തീരുന്നു. സോ ഇന്ന് ഏറ്റവും അധികം കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ഏറ്റവും അധികം ചെയ്യുന്ന പാപങ്ങളിൽ ഒന്നാണ് ഇത്. ഓർക്കുക, നമുക്ക് പാപികൾക്ക് മാനസാന്തരം വാഗ്ദാനം ചെയ്യുന്ന ദൈവം ഒരിക്കലും നാളെ എന്ന് പറയുന്ന ദിനം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. നമുക്ക് ഇന്ന് എന്ന് പറയുന്ന ദിനമേ നമ്മുടെ മുൻപിലുള്ളൂ. നാളെ എന്തായിത്തീരുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയാൻ നാളെ എന്ന് നീട്ടിവെക്കരുത്. ഈ നിമിഷം അനുദപിക്കുക. ലോകം പറയുന്നതിന് ചെവി കൊടുക്കാതെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതിന് ചെവി കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താ തുൻ മുളിയേരിബൂസ് et benedictus fructus ventris tui, Iesus. Santa Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christus.